ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഈ ഹോബി പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രോണിക് പ്രോജക്റ്റുകളാണെങ്കിലും റോബോട്ടിക്സ് പ്രോജക്റ്റുകളാണെങ്കിലും ബിഗിനേഴ്സ് എപ്പോഴും ചെയ്യുന്ന പക്ഷെ ഒരിക്കലും ചെയ്തുകൂടാത്ത കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകളെ പറ്റിയായിരിക്കും ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ DIY ഇലക്ട്രോണിക്സും റോബോട്ടിക്സും താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് DIY പ്രോജക്റ്റുകളുടെ ട്യൂട്ടോറിയൽസ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേസിക്സ് ഇല്ലാതെ വലിയ വലിയ പ്രോജക്റ്റുകൾ ഒരിക്കലും ചെയ്യരുത്. അത് ഇലക്ട്രോണിക്സ് ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും. ഇപ്പോൾ ഇലക്ട്രോണിക് പ്രോജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ഏറ്റവും ബേസിക്സ് കമ്പോണൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, LEDs ഇങ്ങനെയുള്ള കമ്പോണൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കുക. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് കൊച്ചു കൊച്ചു പ്രോജക്റ്റുകൾ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് കുറെ കൂടെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മൈക്രോ കൺട്രോളേഴ്സിലേക്ക് പോവുക. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും കോഡിംഗ് എന്ന് പറയുന്ന പുതിയൊരു എലമെന്റും കൂടെ വരും. സോ കോഡിങ്ങിന്റെയും ബേസിക്സ് പഠിച്ചിട്ട് മൈക്രോ കൺട്രോളേഴ്സ് വെച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ റോബോട്ടിക്സിലേക്ക് പോവുക. റോബോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രോണിക്സിന്റെയും അതുപോലെ തന്നെ മെക്കാനിക്സിന്റെയും അതുപോലെ തന്നെ കോഡിങ്ങിന്റെയും എലമെന്റ് വരും. സോ ഇതെല്ലാത്തിന്റെയും ബേസിക്സ് പഠിച്ചതിന് ശേഷം മാത്രമേ വലിയ വലിയ പ്രോജക്റ്റുകളിലേക്ക് പോകാവൂ. രണ്ടാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രോജക്റ്റിന്റെ പ്ലാനിങ് ഫേസ് സ്കിപ്പ് ചെയ്യുന്നതാണ്. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്ലാനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പ്രോജക്റ്റിന്റെ ഔട്ട്പുട്ട് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതിന് ഇൻപുട്ട് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, പിന്നെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, അതുപോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഈ സർക്യൂട്ട് ഡയഗ്രാമിനകത്ത് കമ്പോണൻസിനെ പ്ലേസ് ചെയ്യുക. ഈ കമ്പോണൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. ഈ കമ്പോണൻസിന്റെ ഡേറ്റ ഷീറ്റ് നോക്കുക. എന്നിട്ട് ഇതിന്റെ ഇൻപുട്ട് കറണ്ട്, ഈ ഔട്ട്പുട്ട് കറണ്ട്, ഇതുപോലെയുള്ള കറണ്ട് റേറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ നോക്കി ഈ ഒരു സർക്യൂട്ടിന് ഈ ഒരു കമ്പോണന്റ് പെർഫെക്റ്റ് ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യും. ഈ ബ്രെഡ് ബോർഡ് എന്ന് പറയുന്ന സാധനം അത്ര വിലയുള്ള കാര്യമല്ല. എല്ലാ ഇലക്ട്രോണിക് കടകളിലും നമുക്ക് ബ്രെഡ് ബോർഡ് അവൈലബിൾ ആണ്. സോ ഈ കമ്പോണൻസ് നമുക്ക് സോൾഡർ ചെയ്യാതെ തന്നെ ബ്രെഡ് ബോർഡിനകത്ത് വെച്ച് കണക്ഷൻസ് ഉണ്ടാക്കി നമുക്ക് സർക്യൂട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം വർക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ PCB ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി അല്ല, ആ ഒരു സർക്യൂട്ട് നമ്മൾ വിചാരിച്ചതുപോലെ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട് മാറ്റം വരുത്തിയിട്ട് പിന്നെയും ആ ഒരു കറക്റ്റഡ് സർക്യൂട്ട് നമ്മൾ ബ്രെഡ് ബോർഡിൽ തന്നെ ചെയ്ത് നോക്കി ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്ലാനിങ് ഫേസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സർക്യൂട്ട് ഡിസൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു പ്രോജക്റ്റിനെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു PCB ഉണ്ടാക്കണം എന്ന് വെച്ചോളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് PCB ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യേണ്ടി വരും. ഒരുപാട് സർക്യൂട്ട് ഡ്രോയിങ് അതുപോലെ തന്നെ PCB ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എല്ലാം റിലയബിൾ അല്ല. നമ്മൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് വരുത്താൻ ചാൻസ് ഉണ്ട്. ഓട്ടോ റൗട്ടിംഗ് ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ള PCB ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷേ നമ്മൾ PCB ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ PCBയിലുള്ള റൗട്ടിംഗ്, ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ടുള്ള റൗട്ടിംഗ് നമ്മൾ മാനുവലി ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കഴിയുന്നതും ഓട്ടോ റൗട്ടിംഗ് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ഈ സോഫ്റ്റ്വെയറിന്റെ പേര് Altium PCB ഡിസൈനർ എന്നാണ്. നമ്മുടെ ഹോബി പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള PCBs ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ സർക്യൂട്ട് വരയ്ക്കാനും വേണ്ടിയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി അറ്റ് ദ സെയിം ടൈം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് Altium PCB ഡിസൈനർ. ഈ Altium സബ്സ്ക്രിപ്ഷനോട് കൂടി തന്നെ Altium 365 എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിയൽ ടൈമിൽ ഫ്രണ്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈൻ ചെയ്യാനും പറ്റും. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടൂളാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഒരു കമ്പോണന്റ് നമ്മൾ ഫൈനലായിട്ട് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ സർക്യൂട്ടിനകത്ത് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുന്നതാണെങ്കിലും ബ്രെഡ് ബോർഡിൽ അല്ലാതെ വെക്കുന്നതാണെങ്കിലും നമ്മൾ ആ ഒരു കമ്പോണന്റിന്റെ ഡേറ്റ ഷീറ്റ് നോക്കുക. എന്നിട്ട് അതിന്റെ ഫുട് പ്രിന്റും ബാക്കി കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്തിട്ട് അതിന് ചുറ്റും ആവശ്യമുള്ള സ്പേസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ ഒരു കമ്പോണന്റ് പ്ലേസ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷൻ മാത്രമല്ല മെയിൻ്റനൻസിന്റെ സമയത്തും ഇതൊരു പ്രശ്നമായിരിക്കാം. ഒരു സർക്യൂട്ടിന് പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പവർ ഇല്ലാതെ ഒരു സർക്യൂട്ട് വർക്ക് ആവത്തില്ല അല്ലേ? സോ പവർ ലൈൻസിന് നമ്മൾ പ്രത്യേകിച്ച് PCB ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പവർ ലൈൻസ് അല്ലെങ്കിൽ പവർ റൂട്ട്സിന് അത്യാവശ്യം തിക്നെസ് കൊടുക്കുക.
കാരണം തിക്നെസ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും വോൾട്ടേജ് അല്ലെങ്കിൽ അത്രയും കറണ്ട് അതിൽ കൂടെ ആ ഒരു ലൈനിൽ കൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ലൈനിന് താങ്ങാൻ പറ്റില്ല എന്ന് വരും. ചിലപ്പോൾ അത് ഓവർ ഹീറ്റ് ആവും, ചിലപ്പോൾ ആ ഒരു ലൈൻ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന പവർ ലൈൻസിന് ആ ഒരു സർക്യൂട്ടിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ആ ഒരു സർക്യൂട്ടിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെർമൽ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില കമ്പോണൻസ് ഹീറ്റ് ആവാറുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള കമ്പോണൻസ് നിങ്ങളുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചൂട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പോണൻറ്റിൽ ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്യുക. സോ ഇങ്ങനെയുള്ള തെർമൽ ഡിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള കാര്യം അത് കമ്പോണൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ തെർമൽ ഡിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുക. സോ നമ്മളൊരു PCB ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് PCB ഡിസൈനിങ്ങും സർക്യൂട്ട് വരയ്ക്കാനും ഇതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആൽറ്റിയം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സർക്യൂട്ട് ഡ്രോയിങ് അതുപോലെ തന്നെ PCB ഡിസൈനിങ്ങിൻ്റെ ഒരു ബിഗിനർ ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ആ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID മാത്രം മതി. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് ആക്സസ് ചെയ്ത് മുഴുവൻ ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ്. സോ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതൊക്കെയാണ് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ്. സോ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അടുത്ത പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസയും സമയവും സേവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.